ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ഇന്ന് 10ാമത്തെ എക്സാമാണ്. കെമിസ്ട്രിയിലെ ആറ്റവും ആറ്റങ്ങളുടെ ഘടന നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കായ ആറ്റങ്ങളുടെ ഘടന. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ദാർശനികൻ ആരാണ്? പരമാണു സിദ്ധാന്തം ജൈമിനി, പതഞ്ജലി, ചാർവാകൻ, കണാദൻ. ആരാണ്? ഓപ്ഷൻ ഡി, കണാദമുനി. അല്ലേ, കണാദനാണ് പരമാണു സിദ്ധാന്തം ആദ്യമായിട്ട് ഉന്നയിച്ചത്. അതായത് പദാർത്ഥങ്ങൾ ചെറുകണികകളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞ ആളാണ് കണാദമുനി. അതായത് ഈ ആറ്റങ്ങൾക്ക് അണു എന്ന പേര് നൽകിയത് ഇദ്ദേഹമാണ്. അണു എന്ന പേര് ആദ്യമായിട്ട്, അണു എന്ന് പറഞ്ഞാൽ ആറ്റം എന്നുള്ളൊരു മീനിങ്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് വൈശേഷിക സൂത്രം. പഠിച്ചു വെച്ചു, വൈശേഷിക സൂത്രം. അപ്പോൾ കണാദമുനിയെപ്പറ്റി നമുക്ക് എന്തൊക്കെ പഠിക്കാം? പദാർത്ഥങ്ങൾ ചെറുകണകളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി പ്രസ്താവിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. അതേപോലെ തന്നെ എന്താണ്, അണു എന്നൊരു വാക്ക് കൊണ്ടുവന്നതും വൈശേഷിക സൂത്രം ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. പരമാണു സിദ്ധാന്തമാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത്? ന്യൂട്ടൺ, ആങ്സ്ട്രം, ടെസ്ല, ഫെർമി. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, ഫെർമിയാണ് ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത്. ആങ്സ്ട്രം എന്തളക്കാനുള്ളതാണ്? നീളം അളക്കുന്നതിനുള്ള യൂണിറ്റാണ്. ന്യൂട്ടൺ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, ന്യൂട്ടൺ ബലം അളക്കുന്നതിനുള്ള യൂണിറ്റ് ബലം. ടെസ്ല എന്താണ്? കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത അളക്കുന്നതാണ് ടെസ്ല എന്ന് പറയുന്നത്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞൻ? ന്യൂട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? പ്രീസ്ലി, തോംസൺ, ചാഡ്വിക്ക്, റുദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കും, പെൻ RTC എന്ന്. ഓക്കെ, എന്താണ്? പ്രോട്ടോൺ ആണെങ്കിൽ റുദർഫോർഡ്, ഇലക്ട്രോൺ ആണെങ്കിൽ JJ തോംസൺ, ന്യൂട്രോൺ ആണെങ്കിൽ ചാഡ്വിക്ക്. ഇതാണ് 3 പെൻ RTC എന്നൊരു കോഡ് പഠിക്കുന്നത്. അപ്പോൾ പ്രീസ്ലി എന്താ കണ്ടുപിടിച്ചത്? ഓക്സിജൻ കണ്ടുപിടിച്ച അദ്ദേഹമാണ് പ്രീസ്ലി, ഓക്സിജൻ. JJ തോംസൺ എന്തായിരുന്നു? തോംസൺ എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. തോംസൺ ഇലക്ട്രോൺ. റുദർഫോർഡ് എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ എന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണമാണ്. ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണമാണ്. ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണമാണ്. ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ അഥവാ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആറ്റോമിക നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Z എന്ന ചിഹ്നം ഉപയോഗിച്ചിട്ടാണ്. മാസ് നമ്പർ ആണെങ്കിൽ എയും ആറ്റോമിക നമ്പർ ആണെങ്കിൽ Z ആണ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇലക്ട്രോണിൻ്റെയോ, നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെ എണ്ണയോ. അതായത് ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമായിരിക്കുക. അപ്പോൾ ഒന്നുകിൽ ഇലക്ട്രോണിൻ്റെയോ, കണ്ട ഇവിടെ ഈ ഒരു ഒറ്റ യോയിലാണ് നമുക്ക് ആൻസർ മാറുന്നത്. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണമല്ല, ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെയോ എണ്ണമാണ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെയായിരിക്കും ഒരു നമ്പർ എഴുതുന്നത്. ഇവിടെ എക്സ്, ഇവിടെ Z വരും. ഇവിടെ എ എന്ന് പറയുന്നതാണ് മാസ് നമ്പരും, താഴെ തരുന്നത് എന്തായിരിക്കും? ആറ്റോമിക് നമ്പറും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഏതായിരിക്കും ശരിയായ ജോഡികൾ? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൽ ഏതോ ഒന്ന് തെറ്റാണ്. കാര്യം പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇത് രണ്ടിൽ ഏതോ ഒന്ന് തെറ്റാണ്. അതില്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ഇത് നമുക്ക് എന്തായാലും വെട്ടിക്കളയാം. കാര്യം ഇതെന്തായാലും ഏതോ ഒരെണ്ണം തെറ്റാണ്. 2, 3 കൂടി ഒരിക്കലും ശരിയായിട്ട് വരില്ലായിരുന്നു. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3. ഓക്കെ, നമുക്ക് നോക്കാം. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. ഈ പ്രസ്താവന ശരിയാണ്. പ്രോട്ടോൺ ആണോ ചാർജ് ഇല്ലാത്തത്? പ്രോട്ടോണിന് ചാർജ് ഇല്ല എന്നാണോ? അല്ല, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്. എന്ത് ചാർജാണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോൺ ആണോ നെഗറ്റീവ് ചാർജ്? അല്ല, ന്യൂട്രോൺ എന്താണ്? ന്യൂട്രൽ, നെഗറ്റീവ് ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ 1, 3 ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക, അതായത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ന്യൂക്ലിയസ്. ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്?
ഇവിടെ പ്രോട്ടോണും ഇവിടെ ന്യൂട്രോണും ഉണ്ട്, ഇനി ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക? ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇവയൊന്നുമല്ല. ഏതാണ്? ഓപ്ഷൻ സി ഇലക്ട്രോൺ ആണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്നത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമേത്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയൊന്നുമല്ല. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഏതിനാണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അല്ലേ. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിന്, ന്യൂട്രോൺ ന്യൂട്രലാണ്, അതായത് ചാർജ് ഇല്ലാത്ത കണമാണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ. ഏതായിരിക്കും? ഓപ്ഷൻ എ ഇലക്ട്രോൺ. അതായത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺസ് ആയിരിക്കും രാസപ്രവർത്തന ബന്ധനത്തിൽ ഏർപ്പെട്ട് നെക്സ്റ്റ് ആറ്റവുമായിട്ട് കൂടിച്ചേരുന്നതും ഇട്ടുകൊടുക്കുന്നതും സ്വീകരിക്കുന്നതൊക്കെ എന്താണ്? ഇലക്ട്രോണുകളാണ്. സോ ആൻസർ വരുന്നത് ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? കണികാ സ്വഭാവം കൂടുതൽ, തരംഗ സ്വഭാവം കൂടുതൽ, തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഇതൊന്നുമല്ല. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? 9ാമത്തത് ഓപ്ഷൻ സി തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് ഇലക്ട്രോണിന് എന്താണ് ഡ്യുവൽ നേച്ചർ എന്ന് പറയും, ദ്വൈത്ത സ്വഭാവം എന്ന് പറയും. ഇലക്ട്രോണിന് ഡ്യുവൽ നേച്ചറാണ്, അഥവാ ദ്വൈത്ത സ്വഭാവം. ചിലപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇലക്ട്രോണിന് ദ്വൈത്ത സ്വഭാവമുണ്ട്. ഇതിങ്ങനെ കണ്ടെത്തിയതാരാണ്? ഡി ബ്രോഗ്ലിയാണ് ഇലക്ട്രോണിന് ദ്വൈത്ത സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയത്. അതായത് ഈ കണികാ സ്വഭാവമുണ്ട്, അതിന് തരംഗ സ്വഭാവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്താണ്? ദ്വൈത്ത സ്വഭാവം. ഇത് കണ്ടെത്തിയതാരാണ്? ഡി ബ്രോഗ്ലി. അതേപോലെ ഇലക്ട്രോണിന് തരംഗ സ്വഭാവമുണ്ടെന്ന് ഇത് നിർദ്ദേശിച്ചാണ്. ഡി ബ്രോഗ്ലി അതിനൊരു നിർദ്ദേശം തന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞ ഇലക്ട്രോണിന് ഇങ്ങനെ തരംഗ സ്വഭാവം കണിക സ്വഭാവം ഉണ്ടെന്ന്. ഇലക്ട്രോണിന് തരംഗ സ്വഭാവം ഉണ്ടെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചതാരാണെന്ന് ചോദിച്ചാൽ അതാരെയാണ്? സി ജെ ഡേവിഡ്സണും അതേപോലെ തന്നെ LH ജർമ്മൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇലക്ട്രോണിന് തരംഗ സ്വഭാവമുണ്ടെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത്. ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ എന്താണ്? ഡ്യുവൽ നേച്ചർ, ഇലക്ട്രോണിന് ഒരു ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശം നടത്തിയതാണ് ആര്? ഡി ബ്രോഗ്ലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പോസിട്രോൺ. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. ഓപ്ഷൻ എ പ്രോട്ടോൺ ആണ് മറ്റു മൂലകങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് പ്രോട്ടോൺ എന്തൊക്കെ അറിയപ്പെടുന്നത്? ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ. ഒരു ആറ്റത്തിലെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോണാണ്. അതേപോലെ ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നതും ഈ പറയുന്ന പ്രോട്ടോണുകളെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിഥിയം 73 ലിഥിയം എന്ന് പറഞ്ഞാൽ Li. ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്ര? 3 ഇലക്ട്രോൺ, 4 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 7 ന്യൂട്രോൺ. 3 ഇലക്ട്രോൺ, 7 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. ഓക്കെ, ഇതിങ്ങനെ തരുമ്പോഴേക്കും എപ്പോഴും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മുകളിൽ തരുന്നത് എന്തായിരിക്കും? മാസ് നമ്പറും താഴെ തരുന്നത് എന്തായിരിക്കും? ആറ്റോമിക് നമ്പറുമായിരിക്കും. മുകളിൽ തരുന്നത് മാസ് നമ്പർ എന്ന് കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആറ്റോമിക് നമ്പറിൽ മാസ് നമ്പറാണ്. അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെ എണ്ണവുമാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അതേപോലെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിച്ചേരുന്നതാണ്. അപ്പം മുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്തായിരിക്കും? പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് 3. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. സോ അതും 3 ആയിരിക്കും. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 7ൽ നിന്ന് 3 കുറച്ച് നോക്കിയാൽ മതി. ആൻസർ വരുന്നത് 4 വരും. സോ പ്രോട്ടോൺ 3, ഇലക്ട്രോൺ 3, ന്യൂട്രോൺ 4. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? J.J. തോംസൺ, ജോൺ ഡാൾട്ടൺ, ഏണസ്റ്റ് റുദർഫോർഡ്, നീൽ ബോർ.
ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ ആണ്. ഈ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം വന്ന വർഷം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ 1807 എന്നും അതേപോലെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ 1808 എന്നും പറയുന്നുണ്ട്. സോ രണ്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ധൈര്യപൂർവ്വം അതിനെ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാം, ക്യാൻസൽ ചെയ്യിപ്പിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമ്മളത് എഴുതിയിരിക്കണം. അപ്പോൾ 7 മാത്രം പഠിച്ച് വെക്കേണ്ട, 7ഉം 8ഉം പഠിച്ച് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റം മാതൃകവുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവന ഏത്? റുദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്താവന എന്താണ്? ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. കാരണം റുദർഫോർഡിൻ്റെയാണ് സൗരയൂഥ മാതൃക. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ്, ഇതിന് ചുറ്റും എന്താ ഇലക്ട്രോൺസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഊർജ്ജം നഷ്ടമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഇതിലേക്ക് ന്യൂക്ലിയസിലേക്ക് വന്ന് പതിക്കണം. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയില്ല. ഈ റുദർഫോർഡിൻ്റെ മോഡലിൽ തന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്, ഇതിങ്ങനെ സഞ്ചരിക്കുന്നിടത്തോളം കാലം ഇതിന് ഒരിക്കലും എന്താണ് ഊർജ്ജം കൂടുകയുമില്ല, ഇവിടെ കുറയുകയുമില്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ പ്രസ്താവനയും ശരിയാണ്. ബോർ മാതൃക പ്രകാരമുള്ള ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ നമുക്ക് എന്താണ് ചുറ്റും ഷെല്ലുകളുണ്ടല്ലേ, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ നിന്ന് അകലേക്ക് പോകുന്തോറും ഇവരുടെ ഊർജ്ജം കൂടി 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 വരും. അവയ്ക്ക് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു കുറച്ച് പിള്ളേരെ നമ്മൾ കൈ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടികളെ എന്താ, നമ്മൾ ഇത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ കൈ വിട്ടിരിക്കും, നമ്മുടെ അകലേക്ക് പോകുന്തോറും എന്താണ് അവർക്ക് ചാടിപ്പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ഊർജ്ജം ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനയും ശരിയാണ്. തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെയുള്ള ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായാണ് ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നത്. ഈ പ്രസ്താവനയെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. നീൽസ് ബോർ, റുദർഫോർഡ്, JJ തോംസൺ, ജെയിംസ് ചാഡ്വിക്. ആരാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ബി റുദർഫോർഡ്. ഇദ്ദേഹത്തിൻ്റെയാണ് മറ്റേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ റുദർഫോർഡിൻ്റെയാണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എത്ര? 2n, 2n², 2n². ഏതായിരിക്കും ആൻസർ വരുന്നത്? ഒരു ഓർബിറ്റിൽ ഓപ്ഷൻ ബി 2n² ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? കെ ഷെല്ലാകുമ്പോൾ എത്രയാണത്? 2, 8, 18, 32. ഓപ്ഷൻ എ 2 ആണ് ആൻസർ. അതായത് നമുക്കറിയാം KLMN ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിൽ ഷെല്ലുകളെ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിന് 1, ഇത് 2, ഇത് 3, ഇത് 4 ഇങ്ങനെ നമ്മൾ പേരും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോകുക. ഇതിൽ എണ്ണമെന്ന് പറയുന്നത് 2n² ആണ്. എന്ന് പറയുന്നത് ഈ നമ്പറാണ് സൂചിപ്പിക്കുന്നത്. അതായത് കെയിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് ചോദിച്ചാൽ എത്ര വരും? 2 × n² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ. സോ ആൻസർ 2 × 1 2 വരും. എല്ലിൽ എത്ര കൊള്ളുമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 × ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 2 ആണ്. സോ 2². സോ 2 × 4 8 വരും. അതേപോലെ m ആകുമ്പോൾ എത്ര വരും? 2 × 3ൻ്റെ സ്ക്വയർ. സോ 2 × 9 18 വരും. എന്നിലാണെങ്കിലോ 2 × 4ൻ്റെ സ്ക്വയർ 2 × 16. ആൻസർ വരുന്നത് 32. അതായത് KLMN കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. ഇത് ഓർത്തില്ലെങ്കിൽ ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. 2n² എന്ന് പറയുന്നത്. ഇതിലെപ്പോഴും ചോദിക്കാം എന്നിൽ എത്ര ഇലക്ട്രോണുകളാണ്? അപ്പോൾ എല്ലിൽ എത്രയാണ്? എല്ലാണ് 8. 18 എന്ന് പറയുന്നത് ഏതാണ്? എം ആണ്. 32 എന്ന് പറയുന്നത് n ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേരെന്ത്? ഐസോമർ, ഐസോബാർ, ഐസോടോപ്പ്, ഐസോട്ടോണുകൾ. എന്തായിരിക്കും? ഒരേ ആറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും. വ്യത്യസ്ത മാസ് വേറെ ലെവലാണെന്നൊക്കെ പറയും. മാസ് വേറെ ലെവലാണെങ്കിൽ എന്തായിരിക്കും? നല്ല ടോപ്പിൽ പോകും ആ സിനിമ. അങ്ങനെ ചിന്തിച്ചാൽ മതി. മാസ് വേറെ ആണെങ്കിൽ ടോപ്പിൽ പോകും സിനിമ. അപ്പോൾ എന്താണ്? ഐസോമർ, ഐസോടോപ്പാണ്. ഐസോടോപ്പുകളാണ് വ്യത്യസ്ത മാസ് എന്ന് പറയുന്നത്.
അല്ലേ? പലതരത്തിലുള്ള മാസമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സിനിമ നല്ല ടോപ്പിൽ ഹിറ്റാകുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ആൻസർ കിട്ടും. ഐസോടോപ്പ്, ആറ്റോമിക് നമ്പർ മാറിയിട്ടില്ല, പക്ഷേ എന്താണ്, മാസ് അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഐസോബാർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും, മാസ് സെയിം ആണ്. എന്താണ്, വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും, ആറ്റോമിക് നമ്പർ. ഐസോടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുല്യ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണത്തിനായിരിക്കും ഇവിടെ വ്യത്യാസം. തുല്യ എണ്ണം ന്യൂട്രോൺ ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐസോടോൺ ആണെങ്കിൽ H13, അതേപോലെ He24 എന്ന് പറയുന്നത് എത്രയാണ്? H13 ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 - 1 എന്ന് പറയുന്നത് 2 ആണ് ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം. ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം 4 - 2, ഇവിടെ എത്രയാണ്? 2 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം. കണ്ട, ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ അതിന് പറയുന്നതാണ് ഐസോട്ടോൺ. ഐസോമെർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഘടനയ്ക്കൊക്കെ വ്യത്യാസം വരുമായിരിക്കും, അതിൻ്റെ നമ്പറും ഇതൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കാർബൺ, ഓർഗാനിക് കെമിസ്ട്രിയിലാണ് ഐസോമേഴ്സ് പഠിക്കുന്നത് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്നത് പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8, 16, 32, 24. KLMN, N എന്ന് പറയുന്നത് നാലാമത്തെയാണ്. സോ ഇക്വേഷൻ എന്താണ്? 2n² ആണ്. 2 × 4² 2 × 16. ആൻസർ എത്രയാണ്? 32. സോ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ലാത്തതിനാൽ. അതായത് നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുമുണ്ട്, ന്യൂട്രോണുമുണ്ട്. ഇതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതാണ്, ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഈ ന്യൂട്രോണിനെ സംബന്ധിച്ചിടത്തോളം അത് ചാർജ് ഇല്ലാത്തൊരു സാധനമാണ്. സോ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയത്, അത് 5 എണ്ണമുണ്ട്. പ്രോട്ടോണും അപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താകും? രണ്ടും കൂടി കൂടിച്ചേർന്ന് ന്യൂട്രലായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഐസോടോപ്പുകളെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. C613, N714, C612, C614, C614, N714, AR1814, CA2014. ഏതായിരിക്കും? ഐസോടോപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോടോപ്പ് ആകണമെങ്കിൽ എന്താണ്? ടോപ്പ് ആകണമെങ്കിൽ മാസ് വേറെ ആയിരിക്കണം. മാസ് വേറെ ആയത് ഏതൊക്കെയാണ് ഇവിടെ? മാസ് വേറെ ആയത് ഇതുണ്ട്, മാസ് ഇത് രണ്ടിന്, ഇതിനെന്താ? മാസ് സെയിം ആണ്. അപ്പം അത് നമുക്ക് നോക്കണ്ട. മാസ് വേറെ ആയിരിക്കണം, പക്ഷേ എന്തും കൂടി ആയിരിക്കണം? ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം. ഇവിടെ മാസ് വേറെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ മാസ് വേറെയാണ്, ആറ്റോമിക് നമ്പർ സെയിം ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? കുറച്ച് മുമ്പ് പറഞ്ഞ പോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആദ്യം എന്ത് നോക്കണം? മാസ് വേറെ ഉള്ളത് നോക്കാം. ഐസോടോപ്പ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. മാസ് വേറെ ആകുമ്പോൾ ഇവിടെ മാസ് സെയിം ആണ്, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ മാസ് വേറെയാണ്, അപ്പോൾ ഇതിവിടെ നമ്മുടെ പരിഗണനയിൽ വയ്ക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെയും മാസ് വേറെയാണ്, ഇതിനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്താണ്? നോക്കിക്കേ, മാസ് വേറെയാണല്ലേ, മാസ് വേറെയാണ്, ആറ്റോമിക് നമ്പർ സെയിം ആണ്. സോ ഏതൊക്കെയായിരിക്കും ആൻസറായിട്ട് വരുന്നത്? 3ഉം 4ഉം ആണ് ഇവിടുത്തെ ഐസോടോപ്പുകൾ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 3, 4 എന്നിവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈ ഐസോടോപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാമെന്ന് വെച്ചു. കാര്യം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഐസോടോപ്പാണ് കാർബൺ 12. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന ഏതാണ്? പൊട്ടാസ്യം 40 ആണ്. കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. നാഗസാക്കിയിൽ വർഷിച്ച റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? പ്ലൂട്ടോണിയം 239 ആണ്. അതേപോലെ ഹിരോഷിമയിലാണെങ്കിൽ അത് യുറേനിയം 235 ആണ്. ഈ യുറേനിയം 235 ആണ് ആണവ നിലയങ്ങളിലേക്ക് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട്. ഓക്കെ, നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം, ഹിരോഷിമയിൽ യുറേനിയം 235. വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ചികിത്സാ നിർണയത്തിനും അതേപോലെ തന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ 131ഉം കൊബാൾട്ട് 60ഉം ആണ്.
തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അയഡിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ അയഡിൻ 131 ആണ് തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ. രക്തപ്രവാഹത്തിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ സോഡിയം 24 ആണ്. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. ഈ കാർബൺ 14 ആണ് എന്ത് ഫോസിലുകളൊക്കെ കാലപ്പഴക്കങ്ങളൊക്കെ നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. LP സ്കൂൾ ടീച്ചർ 2023 22 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയത്. ഓക്കെ, ഐസോ ഇലക്ട്രോണിക് എന്താണ്? ഐസോ ഇലക്ട്രോണിക് വല്ല പിടുത്തമുണ്ട് ഐസോ ഇലക്ട്രോണിക് എന്താണെന്നുള്ളത്? നമ്മൾ ഐസോമർ, ഐസോബാർ, ഐസോട്ടോൺ ഒക്കെ ഐസോടോപ്പ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യ എണ്ണം ഇലക്ട്രോണുകളായിരിക്കണം അതിൻ്റെ അകത്ത്. ഇലക്ട്രോൺ ആറ്റങ്ങളോ അല്ലെങ്കിൽ എന്തായിരിക്കണം? അയോണുകളോ ആകാം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാൽസ്യമല്ല പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് 19 ഇനി K പ്ലസ് എന്ന് പറഞ്ഞാൽ അത് എന്ത് മീനിങ് എന്താണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മൈനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. പ്ലസ് എല്ലാം വിട്ടുകൊടുത്ത് പോസിറ്റീവായിരിക്കുന്ന ഒരാൾ അല്ലേ, എല്ലാ വഴക്കും വെക്കാണൊന്നുമില്ല, അയാൾ എല്ലാവർക്കും എല്ലാം വിട്ടുകൊടുക്കും, അയാൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ പോസിറ്റീവാണെങ്കിൽ വിട്ടുകൊടുക്കുന്നത്, അതൊന്ന് ചിന്തിച്ചാൽ മതി. പോസിറ്റീവാണെങ്കിൽ വിട്ടുകൊടുക്കുന്ന ആളാണ്. അയാളിപ്പോൾ എന്ത് ചെയ്തു? K പ്ലസ് ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ 19 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? ഒന്ന് വിട്ടുകൊടുത്തത് 18 മാറി. നെക്സ്റ്റ് അടുത്ത ആരാണ് പറഞ്ഞത്? കാൽഷ്യത്തിൻ്റെ എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20. കാൽഷ്യം 2+ ആകുമ്പോൾ എന്താണ് എൻ്റെ മീനിങ്? അതെന്താ? 2 വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 അത് വിട്ടുകൊടുത്തിട്ടുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എത്ര വരും? 18 തന്നെ വരും. 20 നിന്ന് 2 പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്ത് വരും. അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് 2 വിട്ടുകൊടുക്കുമ്പോൾ ഇവിടെ 18. അടുത്ത ഇവിടെ ഏതാണ് വരുന്നത്? സ്കാൻഡിയം. സ്കാൻഡിയം എന്ന് പറയുന്നത് സ്കാൻഡിയത്തിൻ്റെത് 21. അപ്പോൾ സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞാൽ അവിടെയും എത്ര എണ്ണമാണ്? 3 അത് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 21 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 18. കണ്ടോ, ഈ സെറ്റിൽ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്നത്? ഇതെല്ലാം എന്താണ്? സെയിം 18 ഇപ്പോഴത്തെ അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഐസോ ഇലക്ട്രോണിക് ആണ്. ഈ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്? ഒരേ നമ്പറൊന്നുമല്ല, പക്ഷേ അത് അയോണായിട്ട് മാറുമ്പോഴേക്കും വിട്ടുകൊടുത്ത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴേക്കും അത് ഐസോ ഇലക്ട്രോണിക് ആയിട്ട് മാറി. അപ്പോൾ ഇത് ഐസോ ഇലക്ട്രോണിക് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഐസോ ഇലക്ട്രോണിക് ആണ്. ഓക്കെ, അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കാം. ലിഥിയം ആദ്യം ലിഥിയത്തിൻ്റെ നോക്കാം. ലിഥിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ലിഥിയത്തിൻ്റെത്. ലിഥിയം പ്ലസ് എന്ന് വരുമ്പോഴേക്കും എത്രയായി? ഒരു ഇലക്ട്രോണിനെ പ്ലസ് ആണ് വിട്ടുകൊടുത്തു. സോ ആൻസർ വരുന്നത് എത്രയായിരിക്കും? 2. നെക്സ്റ്റ് എന്താ വരുന്നത്? സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സോഡിയം പ്ലസ് അത് ഒരെണ്ണത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ അത് എന്തായിട്ട് മാറി? 10 മാറി. ഓക്കെ, അടുത്തത് സ്കാൻഡിയത്തിന് എത്രയാണ്? 21. അത് ഇതേപോലെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 വിട്ടുകൊടുത്തു. അത് എത്രയായിട്ട് മാറി? 18 മാറി. 3 വിട്ടുകൊടുക്കുമ്പോൾ അത് 18 മാറും. ഇതെന്താണ്? ഇവിടെ സെയിം ആണോ? എല്ലാം സെയിം അല്ല. അപ്പോൾ ഇവിടെ അല്ലാത്തതായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ഒരെണ്ണം കൂടി കാണിച്ചു തരാം. എല്ലാം കാണിച്ചു തന്നാൽ നമുക്ക് ഒത്തിരി സമയം പോകും. സോഡിയത്തിൻ്റെ എത്രയാണ്? സോഡിയം 11. അപ്പം നമുക്കിവിടെ Na+ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഒരെണ്ണം വിട്ടുകൊടുത്തു അല്ലേ, അപ്പോൾ അത് 10 മാറി. അടുത്തത് നൈട്രജൻ്റെ എത്രയാണ്? നൈട്രജൻ 3- പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ്റെത് 7 വരുന്നത്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7. നൈട്രജൻ 3- നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണിനെ അത് മേടിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്? അത് മേടിച്ചിട്ടുണ്ട്. സോ 3 കൂട്ടി വരുമ്പോഴേക്കും ഇവിടെ 10 വരും. ഇനി ഫ്ലൂറിൻ എത്രയാണ്? 9. ഇവിടെയും എന്താണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഇലക്ട്രോണിനെ മേടിച്ചത് 10 മാറി. കണ്ടോ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ എല്ലാം എത്രയാണ്? 10. അതേപോലെ ഇതേപോലെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എല്ലാം എന്ത് കിട്ടും? 10 കിട്ടും. ഓക്സിജൻ്റെത് 8. 2 ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ എത്രയാവും? 10 മഗ്നീഷ്യം 12. ഇവിടെ 2+ ആണ്. അപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും 10. സോഡിയം എന്ന് പറയുന്നത് 11. ഇവിടെ Na+ ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? അത് +ആയിട്ട് 10 മാറും. ഓക്കെ, അല്ലാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
താഴെ തന്നിരിക്കുന്ന ജോഡികൾ സമ ഇലക്ട്രോണിക് സ്പീഷീസ് അഥവാ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഐസോ ഇലക്ട്രോണിക് സെയിം കൺസെപ്റ്റ് തന്നെയാണിത്. സെയിം സാധനം തന്നെ മലയാളം പേരാണ് സമ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇത് നമ്മൾ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? Mg O2-, Mg എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം എത്രയാണ്? മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കേസ് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? O2-, എന്ന് പറഞ്ഞാൽ 8 ആയിരുന്നത് എത്ര എണ്ണം? 2- എന്ന് പറയുമ്പോൾ 2 എണ്ണം മേടിച്ചത് എന്തായിട്ട് മാറി? 10 ആയിട്ട് മാറി. അപ്പോൾ എന്താണ്? ഇതല്ല. നെക്സ്റ്റ് എന്താണ്? Mg2+. Mg2+ എന്ന് പറയുമ്പോഴേക്കും 12നോട് 2 2+ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 2 എണ്ണത്തിന് വിട്ടുകൊടുത്തു. സോ അത് 10 ആയിട്ട് മാറി. Na+ എന്ന് പറയുമ്പോൾ എന്താണ്? 11 ആണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. +1 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരെണ്ണത്തിന് വിട്ടുകൊടുത്തു, അത് 10 ആയിട്ട് മാറി. ഇത് രണ്ടും സെയിം ആയി. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി Mg2+, Na+ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഐസോ സമ ഇലക്ട്രോണിക് സ്പീഷീസ് അഥവാ ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് 2022-ലും 2023-ലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2024-ലും നമുക്ക് ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. കൊബാൾട്ടിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ ഈ ആർഗൺ എന്ന് പറയുന്ന നമ്പറിനെ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. കൊബാൾട്ട് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് വിന്യസിക്കുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d7. ഇതാണ് ആൻസർ വരേണ്ടത്. അതായത് 4s2, 3d7 ഉള്ളത് ആൻസർ വരുന്നത് എ ആണ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നുണ്ട്. അടുത്ത യൂണിറ്റിലാണ് ക്വസ്റ്റ്യൻ. ഇതിലേക്ക് ഞാനത് ഓർത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് വന്നുപോയി. അപ്പം അതുകൊണ്ട് ആൻസർ പറയുകയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്ര? കാൽസ്യം 20 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. KLMN ഇങ്ങനെയാണ് നമ്മൾ വിന്യസിക്കുന്നത്. 1, 2, 3, 4. നമ്മൾ നേരത്തെ പറഞ്ഞു കെയിൽ 2, ഇതിൽ 8, ഇത് 18, ഇത് 32, ഇങ്ങനെ പോകും. അപ്പോൾ 20 ആണ് ആറ്റോമിക് നമ്പറെങ്കിൽ നമുക്ക് 2, 8 എന്നായി. ഇനി അടുത്തത് ബാക്കി ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യും? ഇവിടെ 18 എണ്ണം വരെ കൊള്ളാമല്ലോ. അതുകൊണ്ട് നമുക്കിവിടെ നേരെ 10 എന്ന് എഴുതി വെക്കരുത്. ഇതെന്ന് പറയുന്നത് തെറ്റായൊരു കൺസെപ്റ്റാണ്. കാര്യം 2, 8 കാര്യം ഇവിടെ വീണ്ടും നമുക്ക് 8 എണ്ണം കിട്ടിയാലേ ഇവിടെ ഒരു എന്താണ് ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? 2, 8 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. കാര്യം 8 എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ്. എപ്പോഴും ഇലക്ട്രോൺസ് അതിൻ്റെ സ്റ്റെബിലിറ്റി കൈവരിക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ എമ്മിൽ അവർ 8 എണ്ണം നിറച്ചിട്ട് എന്ത് ചെയ്തു? എന്നിൽ എന്ത് ചെയ്തു? 2 എണ്ണം വിട്ട് കൊടുത്തു. അപ്പോൾ ഒന്നുകിൽ ഇവർക്ക് ഈ 2 എണ്ണത്തിന് അങ്ങ് ഈസി ആയിട്ട് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സ്റ്റേബിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും കാൽസ്യത്തിന് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? N ആണ്. എന്നിൻ്റെ നമ്പർ എത്രയായിരിക്കും? 4ാമത്തെ ഷെല്ലിലായിരിക്കും. സോ ഓപ്ഷൻ എ 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റോമിക സംഖ്യ 11 മൂലകത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടെന്ന്? എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. 11 ആകുമ്പോഴേക്കും എന്തായിരിക്കും വരേണ്ടത്? 2 എൽ ഷെല്ലല്ലേ, 2, 8 എന്ന് വരും. KLM എമ്മിൽ 1 ആയിരിക്കും വരുന്നത്. അപ്പോൾ എൽ ഷെല്ലിൽ എത്രയാണ്? ഓപ്ഷൻ സി 8 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3D ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ സാധ്യമായ N, L, M എന്നിവയുടെ മൂല്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. N = 3, L = 2, M = -1. NLM ആദ്യം ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയണ്ടേ? NLM എന്ന് പറയുന്നത് ഇത് നമ്മുടെ 2023 CPOയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിത് നമ്മുടെ പരീക്ഷയ്ക്ക് LP-UP ടീച്ചർ എക്സാമിന് കാര്യം അത് ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൊടുക്കും. CPOയ്ക്ക് ചോദിച്ചെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കണ്ടൻറ്റ് ചോദിക്കാം. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. NLM അതായത് ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ 4 സംഖ്യകൾ അറിഞ്ഞു കഴിഞ്ഞാൽ NLM എസ്സും കൂടിയുണ്ട്. ഈ 4 സംഖ്യകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇവയാണ് ക്വാണ്ടം സംഖ്യകളെന്ന് പറയുന്നത്. ഓക്കെ, അതായത് 4 ക്വാണ്ടം സംഖ്യകളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതിൽ N എന്ന് പറയുന്നത് മുഖ്യ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അതേപോലെ L എന്ന് പറയുന്നത് അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അതേപോലെ M എന്ന് പറയുന്നത്
കാന്തിക ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. കാന്തിക ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. എസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചക്രണ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഇത്രയും 4 എണ്ണമാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് പറയാം. എൻ എന്ന് പറഞ്ഞാൽ മുഖ്യ ക്വാണ്ടം നമ്പർ, അതായത് ഏത് ഷെല്ലിലാണോ അതിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പറിൽ സൂചിപ്പിക്കുന്നത്. ഇതിവിടെ ഏതായിരിക്കും? എൻ എന്ന് പറയുന്നത് ഏത്? 3D എന്ന് പറയുമ്പോഴേക്കും എൻ എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3ാമത്തെ ഷെല്ലിലായിരിക്കും. അതായത് n = 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? കെ. നമ്മൾ പഠിച്ചിട്ടില്ലേ? KLMN 1 2 3 4. അപ്പോൾ ഇവിടെ n = 3 എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്? M എന്ന് പറയുന്ന ഷെല്ലിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ n ഇപ്പോൾ n = 4 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? n = 4 എന്ന് പറഞ്ഞാൽ അത് nth ഷെല്ലായിരിക്കും. n = 1 ആണെങ്കിൽ അത് K ഷെല്ലിലായിരിക്കും. n = 2 എന്ന് പറഞ്ഞാൽ അത് L ഷെല്ലിലായിരിക്കും. മനസ്സിലായോ? n 3 ആണ് ഇവിടെ, അല്ല ഇവിടെ തന്നിരിക്കുന്നത് n 3 ആണ്. അപ്പോൾ ഇത് ഏതായിരിക്കും? M ഷെല്ലിലായിരിക്കും. ഈ തന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ഷെല്ലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? n 3 ആണ്. സോ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ഇതല്ലെങ്കിൽ ഇതായിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. ഇനി L എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് എന്താണ്? അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അസിമുതൽ ക്വാണ്ടം സംഖ്യ. ഷെല്ലിൻ്റെ ആകൃതിനെയാണ് ശരിക്കും നമ്മൾ ഇവിടെ ആകൃതിയാണ് ഈ അസിമുതൽ എന്ന് പറയുന്നത്. ആകൃതി, അതായത് SPDF, ഇതിനെയാണ് നമ്മൾ ഷെല്ലിൻ്റെ ആകൃതി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അതായത് ആംഗുലാർ മൊമെൻറ്റം എന്ന് ഇതിനെ പറയുന്നുണ്ട്. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം സംഖ്യ എന്ന് നമ്മൾ എല്ലിനെ പറയും. 0 1 2 3 ഇതാണ്, ഇങ്ങനെയാണ് ഇതിന് നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ D ആണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന D ഓർബിറ്റല്ലേ, 3D അല്ലേ പറഞ്ഞത്. D ആയതുകൊണ്ട് ഇവിടെ എല്ലിൻ്റെ നമ്പർ എത്രയായിരിക്കണം? 2 ആയിരിക്കണം. ഇവിടെ 3F എന്നായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? N 3 വന്നേനെ, F എന്ന് പറയുന്നതും 3 ആയേനെ. ഇനി അതേപോലെ 3P ആയിരുന്നെങ്കിൽ 3S ആണെങ്കിൽ അവിടെ എന്ത് വന്നേനെ? n = 3 വന്നേനെ. ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നത് ഇവിടെ 0 വന്നേനെ. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ഓക്കെ. അതായത് n-1 വരെ വരും. നമ്മൾ n എത്രയാണോ n-1 വരെ, നമ്മൾ 0 മുതൽ n-1 വരെയാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? കാന്തിക ഓർബിറ്റൽ, അതാണ് M എന്ന് പറയുന്നത്. M മാഗ്നറ്റിക്. M എന്ന് പറയുന്നത് എന്താണ്? M എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് ആണ്. അതായത് L എത്രയാണോ, എല്ലിൻ്റെ മൂല്യം എത്രയാണോ അതനുസരിച്ച് 2L+1M മൂല്യങ്ങൾ ഉണ്ടാകും ഇതിന്. അതായത് L ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? L എന്ന് പറയുന്നത് 2 ആണെന്ന് അല്ലേ? 3D അല്ലേ? SPDF 0 1 2 3 ഇതാണ് എല്ലിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് 2 ആണ്. അതായത് ഇവിടെ എത്ര വരും? 2 × 2 + 1 5 5 വാല്യൂ ആണ് എമ്മിന് വരുന്നത്. അതായത് L 2 ആയതുകൊണ്ട് ഇവിടെ എങ്ങനെ വരും? -2 -1 0 അതേപോലെ 1 +2 ഇത്രയും വാല്യൂസാണ് ഇതിന് വരുന്നത്. ഇതിലേതെങ്കിലും ഒരു വാല്യൂ ഉള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ ഇതും അല്ലാന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. n 3 ആണ്, L 2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇവിടെ M എന്ന് പറയുന്നത് -1 ആണ്. സോ ഓപ്ഷൻ A ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരേണ്ടത്. ഇവിടെ എന്നും എല്ലും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് വരുന്നത് S ആണ്. S എന്ന് പറയുന്നത് ഇതിൻ്റെ എങ്ങോട്ടേക്കാണോ ഇത് കറങ്ങുന്നതെന്നാണ്. ഈ ഒരു ആറ്റം കറങ്ങുന്നത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നോ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. +or- ആയിരിക്കും. അപ്പോൾ ഇതിൽ പ്ലസ് ആണ്. പ്ലസ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസും, S എന്ന് പറയുന്നത് -1/2 ആണെങ്കിൽ അതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസും എല്ലാം ആയിരിക്കും. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ്. ഇത് അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റുകളുടെ എണ്ണം എത്ര? മുഖ്യ ക്വാണ്ടം സംഖ്യ 4 ആയാൽ ഓർബിറ്റുകളുടെ എണ്ണം എത്ര? ഏതായിരിക്കും? 4 ആയാൽ, അതായത് n ആണ് ഈ തന്നിരിക്കുന്നത് 4. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് n² ആയിരിക്കും. നമ്മൾ നേരത്തെ 2n² പഠിച്ച പോലെ തന്നെ അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ മുഖ്യ ക്വാണ്ടം സംഖ്യ n ആണെങ്കിൽ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓർബിറ്റുകളുടെ എണ്ണം, ഓർബിറ്റുകളെന്ന് പറയുന്നത് n² ആയിരിക്കും. അതേപോലെ പരമാവധി ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 2n² ആയിരിക്കും. ഇനി ലാസ്റ്റ് വരുന്നത് സബ്ഷെല്ലിലെ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്
2l+1 ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ നമ്പേഴ്സ്. ഈ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മുഖ്യ ക്വാണ്ടം സംഖ്യ, അതായത് n എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഓർബിറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ n² ഓപ്ഷൻ സി 16 വരും. n² എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ജെ തോംസൺ, വില്യം ക്രൂക്സ്, ചാഡ്വിക്ക്, മില്ലിഗൻ. ആരാണ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓപ്ഷൻ ഡി മില്ലിഗൻ ആണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് W16 ഇതൊന്ന് പ്രതീകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. X12 6, Y14 7, Z6 14 ആണ്. നമ്മളെങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഐസോടോപ്പ് ആവണമെങ്കിൽ മാസ് വേറെ ആകണം അല്ലേ? മാസ് വേറെ ആവണം. സോ മാസും വേറെ ആവണം, പിന്നെന്താണ്? ആറ്റോമിക് നമ്പർ സെയിമും ആകണം. സോ ഇവിടെ ആറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള 2 എണ്ണമേ ഉള്ളൂ. ഇത് രണ്ടും മാസ് വേറെയാണ്, ആറ്റോമിക് നമ്പർ 6 സെയിം ആണ്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടോണിൻ്റെ മാസ് എത്ര? 1.60 × 10⁻⁻19, 1.67 × 10⁻27, 1.76 × 10⁻11, 9.1 × 10⁻31. ഏതാണ് പ്രോട്ടോണിൻ്റെ മാസ്? പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1.67 × 10⁻27 ആണ്. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കണ്ടുപിടിച്ചത്. 1.6726 × 10⁻27. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 9.109 × 10⁻37. അടുത്ത ഏതാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക് ആണ്. 1.6749 × 10⁻27. ഇതാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്ത്? പ്രോട്ടോണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം, ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഇവയൊന്നുമല്ല. ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്രോണുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് അത് ഐസോടോപ്പ് ആവാനുള്ള റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കുറഞ്ഞു വരുന്നു. കുറഞ്ഞാണോ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് അവരെ പിടിച്ചു വെക്കാൻ പറ്റും. ദൂരേക്ക് പോകുന്തോറും അവർക്ക് ഊർജ്ജം കൂടി വരും. അവർ ചാടി പുറത്ത് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ കുറഞ്ഞല്ല വരുന്നത്, ഇവിടെ എന്താണ്? കൂടി വരുന്നു. അപ്പോൾ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളും എണ്ണം തമ്മിൽ കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ പ്രോട്ടോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ആണോ? ഒരാറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പറാണ്. മാസ് നമ്പർ അല്ല, ആറ്റോമിക് നമ്പറാണ്. ഇതും തെറ്റാണ്. സോ 2 മാത്രമാണ് ഇവിടെ ശരി. 2 മാത്രം. 1 3 തെറ്റ്, 2 ശരി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന് വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട്, എന്നാൽ ആറ്റത്തിനോ തന്മാത്രകൾക്കോ ചാർജില്ല. ശരിയാണോ? ആറ്റത്തിന് വൈദ്യുത ചാർജുള്ള കണങ്ങളുണ്ട്. ഒരാറ്റത്തിൻ്റെ ഭൂരിഭാഗം ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചൊരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആറ്റത്തിന് വൈദ്യുത ചാർജുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ആറ്റത്തിന് പോസിറ്റീവും ഉണ്ട് അല്ലേ, ചാർജുള്ള കണങ്ങളുണ്ട്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ട് ആറ്റത്തിൽ. പക്ഷേ എന്താണ്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. സോ അവയ്ക്ക് ചാർജില്ല. ഇത് ശരിയായ പ്രസ്താവനയാണ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് സമർത്ഥിച്ചതാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഇതും ശരിയാണ്. സോ 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിശ്ചിതത്വം ആവിഷ്കരിച്ചത്? മാക്സ് പ്ലാങ്ക്, ഹെയ്സൻബർഗ്, ഐൻസ്റ്റീൻ, ജെയിംസ് ക്ലാർക്ക്, മാക്സ്വെൽ. ആരാണ് അനിശ്ചിതത്വം ആവിഷ്കരിച്ചത്? ഓപ്ഷൻ ബി ഹെയ്സൻബർഗ്. ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളാണ് അനിശ്ചിതത്വ സിദ്ധാന്തം. ഈ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1927 ഇദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം അതേപോലെ കൃത്യമായ ആക്കം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ ഒരു സിദ്ധാന്തം, അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് ഇങ്ങനെയാണ് ആ സിദ്ധാന്തം പറയുന്നത്. ഡെൽറ്റ എക്സ്
ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഇത് ആധികാരികമായിട്ട് ഈ ഇക്വേഷൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. സോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് സ്ഥാനത്തിലെ അനിശ്ചിതത്വമാണ്. ഇത് സ്ഥാനത്തിലുണ്ടാകുന്ന വ്യത്യാസം. പി എന്ന് പറയുന്നതാണ് മൊമെൻറ്റം, ആക്കത്തിലെ അനിശ്ചിതത്വമാണ്. എച്ച് എന്ന് പറയുന്നത് ഇവിടെ പ്ലാങ്ക് സ്ഥിരാങ്കമാണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക് സ്ഥിരാങ്കം. ഓക്കെ. ഡെൽറ്റ വി എന്ന് പറയുന്നത് പ്രവേഗത്തിലെ അനിശ്ചിതത്വമാണ്. അതായത് ഈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്നുള്ളത്. ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് പ്രവേഗമാണ്. ഓക്കെ. ഇനി ജസ്റ്റ് നമ്മുടെ 9th ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റാണ് ഹിഗ്സ് ബോസോൺ എന്ന ദൈവഗണം. ജീവശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തം പോലെ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടൊരു സിദ്ധാന്തമാണ് എന്ത്? സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതനുസരിച്ച് ഫെർമിയോണുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന പദാർത്ഥ ഘടകങ്ങളും ബോസോണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഊർജ്ജവാഹിനികളും 17 മൗലിക കണങ്ങളും ചേർന്നാണ് പ്രപഞ്ചം രൂപം കൊണ്ടിട്ടുള്ളത്. കണികൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് സമീപകാലം വരെ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണമാണ് ഇത് ഹിഗ്സ് ബോസോൺ. 2012 ജൂലൈ 4 സ്റ്റാൻഡേർഡ് മോഡൽ പ്രവേശിച്ചതിന് സമാനമായ ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയതായി ജനീവയിലെ CERN ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചു. ഒന്നും വേണ്ട, ജസ്റ്റ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കാൻ വേണ്ടി തന്നതാണ്. അതേപോലെ ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തം നമ്മൾ നേരത്തെ പറഞ്ഞു. ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ഡാൾട്ടൺ ആണെന്നുള്ളത്. ആറ്റ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഡാൾട്ടൺ. അതേപോലെ ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു അവസ്ഥയെ ഡാൾട്ടണിസം എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻറ്റ്സ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തനത്തിൽ വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസുമുള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ യോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. ഇത് 9th ചാപ്റ്ററാണ്. 9th നമ്മുടെ ആറ്റങ്ങളുടെ ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതേപോലെ 8ാം ക്ലാസ്സിലും ഉണ്ട് ഒരു ചാപ്റ്റർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. 35 ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തിയാണ്. ക്ലാസ് എടുത്ത് 35 ക്വസ്റ്റ്യൻ ഇട്ടുള്ളൂ. പക്ഷേ അതങ്ങ് പറഞ്ഞു വന്നപ്പോഴേക്കും ലെങ്തി ആയിപ്പോയതാണ്. 35 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കുക. പഠിക്കുന്നവർക്ക് നമുക്ക് ഒരുമിച്ച് പഠിച്ചങ്ങ് പോകാം. അപ്പോൾ താങ്ക് യു.